ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഇക്കാടെ ബർത്ത്ഡേയുടെ കേക്കിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 1 കപ്പ് പഞ്ചസാരയും സെയിം 1 കപ്പ് തന്നെ വെള്ളവും വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലാക്കി ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ശേഷം നമുക്ക് 1 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. 1 കിലോ കേക്കിന് 1 കപ്പ് ക്രീം മതിയാവും. പിന്നെ ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ക്രീമേ എടുക്കുന്നുള്ളൂ. ഒരു സിമ്പിൾ കേക്കാണ് ചെയ്യുന്നത്, ഒരുപാട് ഡിസൈനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത് ക്രീം സ്റ്റിഫായി വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പ് 1 2 3 4 അങ്ങനെ മുകളിലോട്ട് ആക്കി കൊടുത്ത് സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അവസാനം ഈ ഒരു മെത്തേഡിലാവുമ്പോൾ ക്രീം നമ്മളിങ്ങനെ തല കീഴായിട്ട് പിടിക്കുമ്പോൾ താഴെ വീഴത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ക്രീം റെഡി ആയിട്ടുണ്ട്. അടുത്തത് അതിലേക്ക് വേണ്ട വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കേക്കിൻ്റെ ബോർഡിലേക്ക് മറിച്ചിടാം. ശേഷം ബട്ടർ പേപ്പർ ഒന്ന് ഉരിച്ചിങ്ങനെ എടുക്കാം കേട്ടോ. നല്ല സ്മൂത്ത് കേക്കാണ്, നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ കൂടെ വരും കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ഓരോ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ. 1 2 3 4 അങ്ങനെ കേക്ക് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ക്രീം ഒന്നാക്കി കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്ത് നമ്മൾ ക്രീം ചെയ്യുവാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ക്രീം എത്താൻ വളരെ ഹെൽപ്ഫുള്ളാണ്. തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അറിയാവുന്നവർക്ക്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ ചെയ്താലും കേക്ക് റെഡിയാവും. പക്ഷേ അറിഞ്ഞൂടാത്തവരാണെങ്കിൽ നമുക്ക് ഒന്ന് പൈപ്പിംഗ് ബാഗിൽ ചെയ്താൽ ശരിയാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. നന്നായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നൈഫ് വെച്ച് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ലെവലാക്കിയ ശേഷം ഫസ്റ്റ് ലെയറിൽ വരുന്നത് ഓറഞ്ച് ക്രഷാണ്. 3 ഫ്ലേവറാണ് ഈ കേക്കിൽ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് നെക്സ്റ്റ് ലെയർ വെച്ചു കേട്ടോ. അതുപോലെ തന്നെ വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നു, ക്രീം വയ്ക്കുന്നു, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ ലെയർ വരുന്നത് ബട്ടർ സ്കോച്ച് തീമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ ബട്ടർ സ്കോച്ച് ആയിക്കോട്ടെ. ശേഷം വൈറ്റ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് രണ്ടാമത്തെ ലെയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നട്ട്സോ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്കായതുകൊണ്ട് നമ്മൾ വളരെ നോർമലായിട്ടൊന്ന് ചെയ്തെടുത്തതേ ഉള്ളൂ. മൂന്നാമത്തെ ലെയർ വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ചു, അതുപോലെ അതിലേക്കുള്ള ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ വരുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സ്ട്രോബെറി കേക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 3 ഫ്ലേവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് 4ാമത്തെ ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് ക്രീം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു റോസിൻ്റെ ഇതിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. സൈഡ് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു സിമ്പിൾ കേക്കാണ്. അപ്പോൾ മുകളിലൊരു റോസും സൈഡിലൊന്ന് ഫിനിഷ് ചെയ്തെടുത്ത ഒരു ലുക്കും, അവസാനം ഒരു ടോപ്പറും കൂടെ ആഡ് ചെയ്തെടുത്തു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ. പിന്നെ ടോപ്പർ വെച്ചിട്ടും എന്തോ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നി കേട്ടോ. അങ്ങനെ കുറച്ച് ഗ്രീൻ ആൻഡ് റെഡ് സ്പ്രിങ്കിൾസും ഷുഗർ ബോൾസും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞി ഗോൾഡൻ ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റും കൂടെ ചെയ്തോളൂ കേട്ടോ.